മകന്റെ കുത്തേറ്റ കൊച്ചി കോർപ്പറേഷൻ മുൻ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫ് അപകടനില തരണം ചെയ്തു. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഗ്രേസി. കുടുംബത്തിന് പരാതിയില്ലെങ്കിലും അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനം. ഗ്രേസിയുടെ മകൻ ഷെഫിൻ ജോസഫ് ഒളിവിലാണ്. ഇയാൾ ലഹരിക്കടിമയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇന്നലെ രാത്രി മകൻ കുത്തി പരിക്കേൽപ്പിച്ച മുൻ കൗൺസിലർ, കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലർ ഗ്രേസ് ജോസഫിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആരോഗ്യസ്ഥിതി മാറിയിട്ടില്ലെങ്കിൽ കൂടിയും ഇന്നലെ ഉണ്ടായിരുന്ന ഗുരുതരാവസ്ഥയിൽ നിന്ന് വലിയ രീതിയിലേക്ക് ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇപ്പോഴും അവർ അത്യാഹിത വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. അതേസമയം അവർക്ക് ഈ സംഭവത്തിൽ പരാതിയില്ല എന്നാണ് കുടുംബാംഗങ്ങളോടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മകൻ ഗ്രേസ് ജോസഫ് ഇപ്പോൾ ഒളിവിലാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പരാതിയില്ലെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്, അന്വേഷണത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ തന്നെയാണ്. കുടുംബാംഗങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ കൂടിയും എന്തുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യമുണ്ട്, എന്താണ് ഇയാളുടെ ഒരു പശ്ചാത്തലം എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എറണാകുളം നോർത്ത് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെയും പരാതിയില്ലാത്തതിനാൽ FIR ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എങ്കിലും പോലീസ് മകനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്താണ് തർക്കമുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുക്കുമ്പോഴാണ് ഇവരുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ വെച്ച് അയാൾ കത്തികൊണ്ട് മാതാവിനെ കുത്തുന്നത്. ഗുരുതരമായ രീതിയിൽ തന്നെ ഇവർക്ക് പരിക്കേറ്റു. തുടർന്ന് സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് ഇവരെ എത്തിക്കാൻ കഴിഞ്ഞു. ആരോഗ്യസ്ഥിതി ഇന്ന് രാവിലത്തേക്ക് വരുമ്പോഴേക്കും വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. വൈകാതെ ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കുടുംബമടക്കം ഇതിൽ പരാതിയില്ല എന്ന രീതിയിൽ തന്നെയുള്ള നിലപാടിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് കുറ്റിക്കോലിൽ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച് ഭർത്താവ് ജീവനൊടുക്കി. കുറ്റിക്കോലിലെ ഓട്ടോ ഡ്രൈവർ സുരേഷാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് പിന്നിൽ. 5ഉം 1ഉം വയസ്സുള്ള 2 മക്കൾ ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് സുരേഷ് ഭാര്യയെ ആക്രമിച്ചത്. ബേഡകം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോലീസിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആയിരക്കണക്കിന് പരാതികളാണ് ദിവസവും സ്റ്റേഷനുകളിലെത്തുന്നത്. ജനങ്ങൾ പോലീസിനൊപ്പമാണ്. ഇപ്പോൾ ഉയർന്നിട്ടുള്ള പരാതികൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധിക്കുന്നുവെന്നും മറ്റന്വേഷണങ്ങളുടെ ആവശ്യമില്ലെന്നും DGP Q18 അഭിമുഖത്തിൽ വ്യക്തമാക്കി. പൊതുവെ ഒരു പോലീസ് അട്രോസിറ്റീസ് എഗെയിൻ എന്നുള്ള ഒരു പെർസെപ്ഷൻ വരിക, പോലീസിന്റെ പബ്ലിക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണെന്ന് വലിയ ക്രിറ്റിസിസം വരിക, വീണ്ടും പോലീസ് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അത് ഹൗ ഡു യു സീ ദാറ്റ്? ഡെഫിനറ്റ്ലി യു മസ്റ്റ് സീ വൺ തിങ്. എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ചേരുന്നതാണ്. അവരുടെ പരാതികളായിട്ട്, ചില കേസുകളായിട്ട്, പല സർവീസുകളായിട്ട് സ്വീകരണ പോലീസ് വരുന്നതാണ്. അവരുടെ സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സമീപനം ഉണ്ട്. ഇങ്ങനെ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതേതാണെങ്കിലും ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആക്ഷൻ നോക്കുന്ന അതിലേക്ക്. പ്ലീസ് അപ്രീഷിയേറ്റ് ദാറ്റ് പോലീസ് ഈസ് പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. നല്ലപോലെ ഒരു സേവനം കൊടുക്കാൻ വേണ്ടി ഇതിലേക്ക്. ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഏതെല്ലാം രീതിയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ അതെടുക്കുന്നതാണ്. ഒറ്റ കാര്യം പറയാൻ പറ്റും, കേരള പോലീസിന്റെ നമ്മുടെ ഹാൾമാർക്ക് എന്താണെങ്കിൽ ആക്സസിബിലിറ്റിയാണ്. ആർക്കും എപ്പോഴും കേരള സ്റ്റേഷനിലേക്ക് എത്തിച്ചെല്ലാം ഞങ്ങളത്തേക്ക് വരാൻ പറ്റും. ഉടനുകൊണ്ട് കൂടെ അവരുടെ പരാതികൾ കേൾക്കുക, ആവശ്യം രീതിയിൽ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കുക ആണ് ഞങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പരിപാടി ചെയ്യപ്പെടുത്തുന്നതിലേക്ക്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് 2023 ഡിസംബറിലാണ് ബിനോയ് വിശ്വം സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത്. 103 അംഗ കൌൺസിലിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് AITUC തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാർ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസിഡന്റ് സോളമൻ വെട്ടുകാടിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നെ ഇപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ സമ്മേളനം നടക്കുമ്പോൾ ചില ആളുകളെ എടുക്കുകയും ചില ആളുകളെ ഒഴിവാക്കപ്പെടുകയും എല്ലാം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇവിടെ വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒഴിവാക്കപ്പെട്ടതിനെ സംബന്ധിച്ചൊരു കൃത്യമായ മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വം തന്നെയാണ്.
ശരണ്യ സ്നേഹിതൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ബിനോയ് വിശ്വം തുടരുമെന്നറിയുന്നു, അതിനൊപ്പം ചില പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെ ഉണ്ടല്ലോ. അശ്വതി, അല്പസമയം മുമ്പ് ചേർന്ന CPIയുടെ സംസ്ഥാന കൗൺസിലാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് D. രാജ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D. രാജയാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. നമുക്കറിയാം, കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്നായിരുന്നു ബിനോയ് വിശ്വം CPIയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. ഇത്തവണ സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ മറ്റ് വിയോജിപ്പുകളൊന്നും തന്നെ ഇല്ലാതെ ബിനോയ് വിശ്വം തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള സൂചന ലഭ്യമായിരുന്നു. അതേപോലെ തന്നെ 103 അംഗ കൗൺസിലിന്റെ വിയോജിപ്പ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മറ്റ് ഭിന്നാഭിപ്രായങ്ങളൊന്നും ഉയരാത്ത ഒരു സമ്മേളനമായിരുന്നു CPIയുടെ ആലപ്പുഴയിൽ നടന്ന സമ്മേളനം. എന്നാൽ ഇന്ന് CPI സംസ്ഥാന കൗൺസിലിന്റെ